ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ടാൽ പൊള്ളും പൊന്ന് 1,00,000 കടന്നു. ഇപ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ GST പണിക്കൂലി അടക്കം ഒരു 8 ഗ്രാം 1 പവൻ സ്വർണം, അതായത് 8 ഗ്രാം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 1,15,000-നുള്ളിൽ വരും സ്വർണത്തിൻ്റെ വില. ഇത് കേട്ട ആർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക? സാധാരണക്കാരായ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അല്ലേ? ശരിയല്ലേ? കാരണം അവർക്ക് മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കണ്ടേ. അതുമാത്രമല്ല, ഒരു 10 പവൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്ര വേണം ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. കല്യാണത്തിന് പൊന്ന് വേണം നിർബന്ധമാണോ? കല്യാണത്തിന് പൊന്നാണോ ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനം? പൊന്നില്ലാതെയും പെണ്ണിന് കല്യാണം കഴിച്ചുകൂടെ? അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്ന ഈ സ്വർണത്തിൻ്റെ വിലയൊക്കെ താനെ കുറഞ്ഞോളും. അതായത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കണവർ വേണം തീരുമാനിക്കാൻ. വേണ്ട, സ്വർണം നമ്മൾക്ക് വേണ്ട, സ്വർണം ഇല്ലാണ്ട് ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആ കുട്ടിയെ നല്ല ബോൾഡാക്കി വളർത്തുക. അതാണ് ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ, ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് വിദ്യാഭ്യാസം. അവൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം, അവളെ ഇൻഡിപെൻഡൻ്റായി അവൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസമാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത്. അല്ലാതെ സ്വർണത്തിന് വില കയറി പറയുമ്പോൾ ആവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. 2025 ആയി അല്ലേ? പക്ഷേ പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾക്കൊരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നോ സംസാരിക്കാം അല്ലേ? പക്ഷെ ഒരു കല്യാണം വരുമ്പോൾ, കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണൊരു ചെക്കൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ചുറ്റുഭാഗത്തുള്ളവരും ബന്ധുക്കളും എന്താ ചോദിക്കുക? അവൾ എത്ര കൊണ്ടുവന്നു സ്വർണം, എത്ര പവന കൊണ്ടുവന്നു? അങ്ങനെയല്ല ആദ്യം ചോദിക്കുക. അല്ലാതെ പെണ്ണ് എങ്ങനെയുണ്ട് കാണാൻ, അവൾ എത്ര വരെ പഠിച്ചു, അവൾക്ക് ജോലിയുണ്ടോ, അതല്ല ചോദിക്കുക. ചോദിക്കണ ആദ്യം സ്വർണ്ണമാണ്. സ്വർണ്ണം ഉണ്ടെങ്കിൽ എല്ലായി. അവൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെ അവൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ല, സ്വർണം മതി. ഈ ചിന്താഗതി നമ്മുടെ കേരളത്തിൽ നിന്ന് മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. കാരണം സ്വർണത്തിന് വില കൂടി പറയുമ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും നെഞ്ചത്ത് കൈവയ്ക്കേണ്ട ഒരാവശ്യമില്ല. ശരിക്കും നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താ? സ്വർണത്തിന് വില കൂടി എന്ന് പറഞ്ഞാൽ, ഈ വാർത്ത സ്വർണത്തിന് വില കൂടി പറഞ്ഞാൽ ഏറ്റവും സന്തോഷം വരുന്നത് സ്വർണം വിൽക്കുന്നവർക്കായിരിക്കും. പക്ഷേ നിശബ്ദരായിട്ട് കരയണ കുറേ പെൺമക്കളുള്ള ഫാമിലികളുണ്ടാവും. കാരണം എങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിച്ചയക്കും എന്ന ചോദ്യം അവരുടെ മനസ്സിൽ എന്നും വേദനയായി മാറുകയാണ്. അത് സത്യമാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ അത് ഉറച്ചുപോയി. കാരണം ഒരു പെൺകുട്ടി ജനിക്കുന്ന നാൾ മുതൽ തന്നെ പലരുടെയും മനസ്സിലുള്ള ഭയം അതാണ്. മകളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും സന്തോഷവും അതൊന്നുമല്ല, അതിനേക്കാൾ മുമ്പ് അവരെന്താ ആലോചിക്കുക? മകൾക്ക് എത്ര പവൻ കൊടുക്കണം എന്ന ചിന്തയാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില കൂടുമ്പോൾ അതുപോലെ സ്വാഭാവികമായിട്ട് അവരുടെ ഭയം ഇരട്ടിയാവും. അതായത് ചില അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്, അതായത് സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് മകളുടെ വിവാഹത്തിനായിട്ട് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്. പക്ഷെ ഒരു സത്യം നമ്മൾ തുറന്നു പറയണം, സ്വർണം ഒരു പെൺകുട്ടിയുടെ ഭാവി ഉറപ്പാക്കില്ല. സത്യമാണ്. ഒരു സ്വർണം, അതായത് 101 പവൻ സ്വർണം, കാറും എല്ലാം കൊടുത്ത് കല്യാണം കഴിച്ച് അയപ്പിച്ച എത്ര കുടുംബങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടില്ലേ? എത്ര എന്താണ് അത്? അതായത് അവരുടെ ഭാവി സുരക്ഷിതമാണോ? അവരുടെ വിവാഹമോചനം, അതുകൂടാതെ ആത്മഹത്യ, ഇതെല്ലാം കണ്ടിരിക്കുന്നത് കുറേ സ്വർണം കാറും കൊടുക്കണവരിലാണ്. നമുക്കറിയാലോ, നമ്മുടെ മുന്നിലുണ്ടല്ലോ ഓരോ ആൾക്കാർ. ആ വിസ്മയ പറഞ്ഞ പോലെയുള്ള ആ കുട്ടിയൊക്കെ നമ്മുടെ കൺമുന്നിലാണത് കണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്വർണം എല്ലാം കൊടുത്തിട്ടും അവർക്ക് ആക്രാന്തം തീരുന്നില്ല ചെക്കൻ്റെ വീട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വർണ്ണമൊന്നും എല്ലാം മകളുടെ ഭാവി നിശ്ചയിക്കണമെന്നുള്ളത് എല്ലാ അമ്മയും അച്ഛനും തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി അവർക്കും സമാധാനം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയ്ക്കും ഒരു ഡൗറിയുടെ സ്ത്രീധനത്തിൻ്റെ പേരിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വർണ്ണമാണെങ്കിൽ കഴുത്തിലിടാൻ പറ്റും, ശരിയാണ്. പക്ഷെ അത് ജീവിത ഭാരം കുറയ്ക്കുമോ? ഇല്ല. അത് നഷ്ടപ്പെടാം. അതുപോലെ നമുക്കത് വിൽക്കും, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിൽക്കും, ശരി തന്നെയാണ്. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്തു പറഞ്ഞാൽ അവളിൽ നിന്ന് അത് ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസം അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയാണ് നൽകുന്നത്.
അത് അവൾക്ക് അഭിമാനമാണ്, ആത്മവിശ്വാസമാണ്, സുരക്ഷയാണ്. ഇതാണ് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ടത്. സ്വർണത്തിന് ഇന്ന് വില കൂടാ, നാളെ വില കുറയാം. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്താൽ അതിൻ്റെ വില ഒരിക്കലും കുറയല്ല, കൂടുക ചെയ്യും. അതുകൊണ്ട് സ്വർണത്തിന് വില കൂടി പറഞ്ഞാൽ ആവലാതിപ്പെടരുത് എല്ലാ മാതാപിതാക്കളും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മൾ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ച് ആ പെൺകുട്ടി നമ്മുടെ വീടിൻ്റെ വെളിച്ചാണ്. അറിയാലോ, ഒരച്ഛനെയും അമ്മയും കുടുംബത്തെയും പെൺകുട്ടികൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ആ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ഒരു ആത്മവിശ്വാസമാണ്. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും നോക്കാൻ എനിക്ക് പറ്റും. അതവർ ആത്മാഭിമാനമായിട്ടാണ് അവർ കരുതുന്നത്. എത്ര കുടുംബങ്ങളുണ്ട് ഒരു പെൺകുട്ടിയായിട്ട് അമ്മയും അച്ഛനെയും നോക്കി ആ കുടുംബം തലയുയർത്തി നിൽക്കണ എത്ര കുടുംബങ്ങളുണ്ട്. സ്വർണം ചോദിച്ചു വരുന്ന ഒരു കുടുംബത്തിന് നമ്മുടെ മകളെ തരില്ല എന്ന് ഉറച്ച് പറയാൻ പെൺകുട്ടികളുടെ ഫാമിലിക്കും കഴിയണം, അതേപോലെ ആ പെൺകുട്ടിക്കും കഴിയണം. എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവൾക്ക് ആത്മവിശ്വാസം വരും. അവൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ചങ്കുറപ്പും ഉണ്ടാവും. അല്ലാതെ ഈ സ്വർണത്തിലൊന്നുമല്ല. അതുകൊണ്ട് സ്വർണം കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർണത്തിന് വില കൂടി പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും വിഷമിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനൊരു പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല സ്വർണത്തിന് വില കൂടി പറഞ്ഞാൽ. കാരണം ഞാൻ ആ കുട്ടിക്ക് എത്ര വിദ്യാഭ്യാസം വേണോ അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സ്വർണം വേണം പറഞ്ഞ് വരുന്ന ഒരു ചെക്കന് കല്യാണവും കഴിച്ചു കൊടുക്കില്ല. അത് ഞാൻ തീരുമാനിച്ചു വെച്ച കാര്യമാണ്. പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ നോക്കൂ. നോർത്ത് ഇന്ത്യയിൽ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കല്യാണത്തിന് അവർ ഒരു സ്വർണം പോലും അവർ ഉപയോഗിക്കില്ല. ഒരു മംഗൾസൂത്രം പറഞ്ഞ ചെറിയൊരു അത് ഒരു 4 ഗ്രാം 5 ഗ്രാമിലൊക്കെ ഉണ്ട്. ചിലർ ഒരു പവനിൽ അല്ലെങ്കിൽ 2 പവനിലൊക്കെ ഉണ്ടാക്കണവരുണ്ടില്ല പറയില്ല. പക്ഷെ എന്നാലും അവർ സ്വർണത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുട്ടിയുടെ കല്യാണം വരുന്നു പറയുമ്പോൾ അവരുടെ പാരൻസ് ഇതുപോലെ നമ്മളെ പോലെ നെഞ്ചത്ത് കൈവച്ച് ഈ സ്വർണത്തിന് വില കൂടി പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ഭഗവാനെ വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർ നല്ല വിദ്യാഭ്യാസം കൊടുക്കും. പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ജോലി ഉറപ്പായിരിക്കും. ആ ജോലി കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞ് അവർ സമ്പാദിച്ചതിന് ശേഷമാണ് അവർ കല്യാണത്തേക്ക് പോവുക. അതുകൊണ്ട് എന്താ അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അവരുടെ ലൈഫ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. ഇത് നമ്മളെങ്ങനെ സ്വർണത്തിൻ്റെ അളവിലാണ്. അയ്യോ അവർക്ക് ഇത്ര കൊടുത്തു. ഇപ്പോൾ ഒരു വീട്ടിൽ 2 പയ്യന്മാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അയ്യോ അവരുടെ മൂത്ത ചെക്കൻ്റെ ഭാര്യയ്ക്ക് ഇത്ര പവൻ കൊടുത്തു, അപ്പോൾ നമ്മുടെ മകൾക്ക് ഇതിനെക്കാട്ടും കൊടുക്കണ്ട, അല്ലെങ്കിൽ അവൾക്ക് അവിടെ വിലയുണ്ടാവുമോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. കാരണം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ട കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പറയുന്ന ചിന്താഗതി ഉള്ളവരാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ അവൾക്ക് ഇത്ര വിദ്യാഭ്യാസം കൊടുക്കുക അതല്ല അവർ ചോദിക്കുന്നത്. ഞാൻ നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, മോളെന്താ പഠിച്ച്, അല്ലെങ്കിൽ മോളെ ഒന്നുമില്ല, ജോലി ചെയ്യേണ്ട ഒന്നുമില്ല. അടുത്തുള്ള വീട്ടുകാർ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന് എത്ര പവന കൊണ്ടുവന്ന് ആ സ്വർണത്തിൻ്റെ ആഭരണ പെട്ടി അതെടുത്ത് തൂക്കി നോക്കണ അമ്മമാരെ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട്, അറിയോ? അപ്പോൾ അതാ പറയണം, അതെല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. ഈ നോർത്ത് ഇന്ത്യത്തെ പോലെയൊക്കെ നമ്മുടെ കേരളത്തിന് ഇനി കല്യാണം ഇപ്പം ബാക്കിയെല്ലാം വരുന്നുണ്ടല്ലോ, ഹൽദി, മെഹന്തി, സംഗീത് എല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്വർണത്തിൻ്റെ കാര്യം കൂടി അവർക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇങ്ങനെ ഒന്നിൻ്റെ താഴെ ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ അണിയിച്ചൊരുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഞാൻ അതിൽ ഓരോ വീഡിയോസ് കല്യാണത്തിൻ്റെ ഉണ്ട്. അതിൽ സിമ്പിളായിട്ട് ഒരു നെക്ലേസ്, ഒരു ചെയിൻ ഇട്ടിട്ടുള്ള കല്യാണ പെണ്ണിനെ കാണാം. എന്ത് സൗന്ദര്യം ആ കുട്ടിയെ കാണാൻ. നമ്മളെല്ലാ കാര്യത്തിനും നോർത്ത് ഇന്ത്യൻസിനെ അനുകരിക്കാറുണ്ട്. അതുപോലെ ഈ കാര്യം കൂടി അനുകരിച്ചാൽ നമുക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു ടെൻഷനേ ആവില്ല. അത്രേ പറയാനുള്ളൂ. ഒരു മംഗൾസൂത്രം, ഒരു മോതിരം, ഒരു വളയോ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അത്രേ വേണ്ടൂ. മംഗൾസൂത്രമല്ല, നമ്മളിവിടെ താലി എഴുതി എടുക്കുക, അത്രേ വേണ്ടൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വസ്തു വിൽക്കുക, ലോൺ എടുക്കുക, അവസാനം അത് അടയ്ക്കാൻ പറ്റാതാവുക, അത് ആ പെൺകുട്ടിക്ക് തന്നെ അതൊരു ഭാരമായി മാറും. സത്യം പറഞ്ഞാൽ അവർക്ക് ടെൻഷനാവും. പിന്നെ എന്തെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ആ കുട്ടി പറയില്ല വീട്ടിലെ അമ്മയോടും അച്ഛനോടും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലോൺ എടുത്താണ് എൻ്റെ കല്യാണമൊക്കെ നടത്തിയിരിക്കുന്നത്. ഇനി ഇതും കൂടി പറഞ്ഞാൽ അമ്മയും അച്ഛനും വിഷമിക്കില്ലേ? അങ്ങനെ എത്ര ആത്മഹത്യകൾ കുട്ടികളുടെ കണ്ടിരിക്കണം. ഇനി അങ്ങനെയൊന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ തന്നെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തന്നെ ഇതിനെല്ലാം മുൻകൈ എടുക്കണം. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു മകനുണ്ടെങ്കിൽ അവനോടും പറയണം, സ്വർണ്ണമല്ല വലുത്. ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവൾ തന്നെയാണ് ധനം, സ്ത്രീ തന്നെയാണ് ധനം. അതുകൊണ്ട് ആ മകനെ അത് പറഞ്ഞ് വളർത്തണം. അപ്പോൾ വളർന്ന് വലുതായി അവനൊരു കല്യാണം കഴിക്കുമ്പോൾ അവന് മനസ്സിലാവും, വേണ്ട എനിക്ക് ഈ സ്വർണ്ണമൊന്നുമല്ല വേണ്ടത്. ഒരു നല്ലൊരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുക.
അതാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികളും അതുപോലെ വളരും. അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിലുള്ള പാരൻസിനോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ സ്വർണത്തിന് വില കൂടി പറഞ്ഞ് ടെൻഷൻ അടിക്കാത്തൊരു കാലം വരട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില താനെ കുറയുകയും ചെയ്യും. പെൺമക്കളുള്ള അമ്മമാരെല്ലാം മക്കൾക്ക് വിദ്യാഭ്യാസം വാരിക്കോരി കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.